ഹലോ കൂട്ടുകാരെ, നമ്മുടെ വീടുകളിലെല്ലാം ഉള്ളതും എന്നാൽ നമ്മൾ അധികം ഉപയോഗിക്കാത്തതുമായ ഇരുമ്പം പുളിയുടെ അച്ചാറാണ് ഇന്ന് വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാ അച്ചാറുണ്ടാക്കാനായിട്ട് ഇരുമ്പമ്പുളി പറിച്ചുകൊണ്ട് വന്നിട്ട് നമുക്കതൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം അതിൻ്റെ ആ മേൽഭാഗത്തെയും താഴ്ഭാഗത്തെയും ഇതൊക്കെ ഒന്ന് മുറിച്ച് കളയണം. മുറിച്ച് കളഞ്ഞിട്ട് നമ്മളൊരു ചെറു ചൂടുവെള്ളത്തിൽ ഒന്നുകൂടെ അത് കഴുകിയെടുക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ പുറമേ ഉള്ള ആ ഒരു പരുപരാന്നിരിക്കുന്ന ഇതൊക്കെ ഒന്ന് മാറിക്കിട്ടും. അതിനുവേണ്ടി ഒരു ചെറു ചൂടുവെള്ളത്തിൽ നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് നീളത്തിലോ വട്ടത്തിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ അരിഞ്ഞെടുക്കുക. അച്ചാറിനാകുമ്പോൾ നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഞാനിവിടെ നീളത്തിലാണ് കേട്ടോ അരിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമുക്ക് എല്ലാം ഒന്ന് അരിഞ്ഞിട്ട് വരാം. അപ്പോൾ അതെല്ലാം അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നോരോന്നായിട്ട് പറയാം. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കറക്റ്റായിട്ട് അതിൻ്റെ അളവുകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അച്ചാറുണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ അത് നല്ലൊരു ചുവട് കെട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലെണ്ണയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ അച്ചാറിന്. ഇപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ്. നല്ലെണ്ണയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ അതിലേക്ക് കടുകും ഉലുവയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിലേക്ക് നല്ല ഉണക്കമുളക് ഒരു 3-4 എണ്ണം ചെറുതായിട്ട് കഷ്ണിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഇഞ്ചി കുനുകുനാന്നരിഞ്ഞ് ചെറിയ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് പച്ചമണം മാറുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ അച്ചാർ നമ്മൾ ഒത്തിരി നാളിരുന്നാലും ചീത്തയാവത്തില്ല കേട്ടോ. അതിനകത്ത് വേറെ വെള്ളങ്ങളൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്കതിലേക്ക് ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളകും കൂടി ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കതിലേക്കുള്ള ആവശ്യത്തിനുള്ള പൊടി ചേർത്ത് കൊടുക്കാം. ആദ്യമേ ഞാനിവിടെ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൻ്റെ എല്ലാം കറക്റ്റ് അളവ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമ്മുടെ ആ പൊടിയുടെ ഒരു പച്ച മണം മാറുന്നിടം വരെ ഒന്ന് നല്ലതുപോലെ ഒന്ന് എണ്ണയിലിട്ട് വാട്ടിയെടുക്കുക. തീ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ചെയ്യാൻ. അതിനുശേഷം പച്ചമണമൊക്കെ മാറുമ്പോൾ നമുക്കതിലേക്ക് ഇരുമ്പമ്പുളി ചേർത്ത് കൊടുക്കാം. അത് ഇട്ട് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി നമ്മുടെ പുളിയിലേക്ക് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് ആന്തം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഇരുമ്പമ്പുളി അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനകത്ത് വേറെ വെള്ളങ്ങളൊന്നും ചേർക്കുന്നില്ല. നമ്മുടെ ആ ചൂടിൽ തന്നെ ഇരുന്ന് ഇരുമ്പമ്പുളി പകുതി ഒന്ന് വെന്ത് വരും. അതിനുശേഷം നമ്മളിതൊരു ഭരണിയിലോട്ട് ചൂടാറിയതിന് ശേഷം മാറ്റി കൊടുക്കുകയാണ്. ഈ അച്ചാർ നിങ്ങൾ എത്ര നാൾ പുറത്ത് വെച്ചാലും നമ്മുടെ ഭരണിക്കകത്ത് വെച്ചാൽ ചീത്തയാവത്തില്ല. അപ്പോൾ ഇതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും വിനാഗിരി ചേർക്കാം. പക്ഷേ പുളിയുള്ളതായതുകൊണ്ട് ഇതിനകത്ത് വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ചീത്തയാവത്തില്ല. കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിതൊരു ഭരണിയിലേക്ക് മാറ്റുവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മുടെ സ്വാദിഷ്ടമായ നമ്മുടെ ഇരുമ്പമ്പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും ഈ ഇരുമ്പമ്പുളി ഉണ്ടാകും, മിക്കവരുടെ വീട്ടിലും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു രീതിയിൽ. അപ്പോൾ നമുക്ക് ചോറുണ്ണാനായിട്ട് വേറെ കറികളൊന്നും വേണ്ട. ഈ ഒരു അച്ചാറുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഒരു ദിവസത്തെ ചോറുണ്ണാൻ കറിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.